നമുക്ക് നോക്കി ഡെയിലി വെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് വന്നിട്ടുണ്ട്. നമുക്ക് പരസ്പരത്തിലുണ്ട്, നമുക്ക് ബോക്സേനയിലുണ്ട്, പൂക്കലക്കണ്ണിയിലുണ്ട്, ഗോൾഡ് ഫിംഗറിലുണ്ട്, ബോക്സേനയിലുണ്ട്. ഇതൊക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ. ഇതിനൊക്കെ നമുക്ക് ഈ ചെയിനുകൾക്ക്, ഈ പരസ്പരം ചെയിനുകൾക്ക്, ഇതിൻ്റെ ട്യൂബിൻ്റെ ഡിസൈൻസുകൾക്ക് നമുക്ക് ലോക്കറ്റ്സുകൾ ഒന്നും ഇടേണ്ട ഒരു ആവശ്യമില്ല. സാധാരണ നമ്മൾ തിൻ ചെയിനുകൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ കൂടെ ഒരു ഡോളർ അല്ലെങ്കിൽ ഒരു പെൻഡൻറ്റ് നമ്മൾ അതിൻ്റെ ഒപ്പം നമ്മൾ യൂസ് ചെയ്യാതെ ആ ചെയിൻ ഒരു ഭംഗി വർദ്ധിക്കുകയുള്ളൂ. പക്ഷേ നമുക്ക് ഈ പരസ്പരത്തിൻ്റെ ചെയിനുള്ള പ്രത്യേകത നിങ്ങൾക്കറിയാമല്ലോ. ഇതിന് നമുക്ക് ഒരു ലോക്കറ്റ് ഉപയോഗിക്കേണ്ട കാര്യമില്ല. നമുക്ക് അതിൻ്റെ കൊളുത്ത് പോലും അത് നമുക്ക് ഇടുമ്പോഴത്തേക്ക് കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്കിത് റൊട്ടേഷൻ ആയിട്ട് ഇങ്ങനെ കിടക്കും. ഞാൻ ഇതിൻ്റെ വെയിറ്റും ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾക്കൊന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ഈ വിഷുവും അക്ഷയ തൃതീയയും ആഘോഷിക്കൂ. കേരളത്തിലെ നമ്പർ 1 ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോറൂമായ മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം ആദ്യത്തെ 100 പർച്ചേസുകൾക്ക് ആകർഷകമായ സർപ്രൈസ് ഗിഫ്റ്റുകൾ, കൂടാതെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് 1 ലക്ഷം രൂപയുടെ സ്വർണം, 50,000 രൂപയുടെ സ്വർണം, ഡയമണ്ട് റിംഗ് തുടങ്ങിയ സമ്മാനങ്ങളും. ഡയമണ്ട് ആഭരണങ്ങൾക്ക് മേക്കിംഗ് ചാർജിൽ 50% കിഴിവ്, അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, പഴയ സ്വർണത്തിന് ഉയർന്ന വില, 1 ഗ്രാം മുതൽ മാലകൾ, നെക്ലേസുകൾ, 2.5% മുതൽ മേക്കിംഗ് ചാർജ്. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇടപ്പള്ളി, തൃശൂർ, തൃപ്പൂണിത്തുറ, പള്ളുരുത്തി, എരമല്ലൂർ, അരൂർ, തുറവൂർ, കാലടി. ഇത് കണ്ടോ, ഇതാണ് പാറ്റേൺ. ഇത് നമ്മൾ പരസ്പരത്തിന് തന്നെ ട്യൂബിൽ വരുന്ന ചെയിനാണ് കേട്ടോ. ഇത് നോക്കിയേ, ഇതിൻ്റെ ഇടയിലുള്ള ചെയിനൊക്കെ എന്ന് വെച്ചാൽ ലോങ് ലാസ്റ്റിംഗ് ഉള്ള ചെയിനുകളാണ്. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇട്ടേക്കാം. നമുക്ക് കഴുത്തിന് ഊരി വെക്കേണ്ട ആവശ്യമില്ല. ചിലർ പറയും നമുക്കിത് ഡെയിലി വെയറിന് ഉപയോഗിക്കാൻ പറ്റാത്തൊരു ചെയിനാണ്, നമ്മൾ ഊരി വെക്കണം. പക്ഷേ ഈ ഒരു ചെയിനുകൾ ഇതിൻ്റെ ചെയിനിലാണ് നോക്കേണ്ടത് കേട്ടോ. ഇത് ചെയിൻ നോക്കിയിട്ട് വേണം നിങ്ങൾ വാങ്ങിക്കാൻ. ഇത് നോക്കിയേ, ഇതൊക്കെ ഡെയിലി യൂസ് ചെയ്യാം, ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഇത് തന്നെ 2 ടൈപ്പിൽ വരുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഗോൾഡ് ഫിംഗറിൻ്റെ ചെയിനിലും വരുന്നുണ്ട്, നമുക്ക് ബോക്സ് ചെയിനിലും വരുന്നുണ്ട്. 2 ചെയിനും നമുക്ക് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ചെയിനുകളാണ്. ഇതൊക്കെ വെയിറ്റ് വരുന്നത് നമുക്ക് ഞാൻ വേണമെങ്കിൽ സെപ്പറേറ്റ് ഒന്ന് ഇട്ട് വേണമെങ്കിൽ കാണിച്ചു തരാം. ഇത് വെയിറ്റ് വരുന്നത് 2 ഗ്രാമിലൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ 1.5 ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ പ്രസൻറ്റ് ഇരിക്കുന്നത് 2 ഗ്രാമാണ്. അതിന് തന്നെ റോഡിയം മുകളിൽ വരുന്ന ചെയിനുകൾ നോക്കിയാൽ അടിപൊളിയല്ലേ. ഇതൊക്കെ 2 ഗ്രാമിൽ തുടങ്ങുന്ന ചെയിനുണ്ട്. 2 ഗ്രാമുണ്ട്, 4 ഗ്രാമുണ്ട്, 6 ഗ്രാമുണ്ട്, 8 ഗ്രാമുണ്ട്. ഇതൊക്കെ 6 പിടിയിൽ വരുന്ന ചെയിനുകളാണ് കേട്ടോ. ഇതൊക്കെ ഇട്ടാലാണ് കാണാനൊരു ഭംഗി. നമുക്ക് ഇതിനകത്ത് ഇവിടെ പ്രസൻറ്റ് ഇരിക്കുന്ന ചെയിൻ്റെ വെയിറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ 2 ഗ്രാമും 870 മില്ലി ഉണ്ട്. ഇതൊക്കെ 1.5 ഗ്രാമിൽ തുടങ്ങുന്ന ചെയിനുകളൊക്കെ നമ്മുടെ സ്റ്റോക്കിലുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ. അടുത്ത ചെയിൻ നോക്കി ബോക്സ് ചെയിനാണ്. ബോക്സിൻ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യവും ഇല്ല, എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഏറ്റവും കൂടുതൽ ടീനേജ് യൂസ് ചെയ്യുന്ന ഒരു ചെയിനാണ് ഈ ബോക്സ് ചെയിൻ. അതിനകത്ത് ചിലർ ഉപയോഗിക്കുന്ന വെച്ചാൽ എന്തെങ്കിലും ഹാർട്ടിൻ്റെയോ അല്ലാന്നുണ്ടെങ്കിൽ ക്രോസോ അല്ലെങ്കിൽ ചിലർ താലി വരെ ഇതിനകത്ത് ഇട്ട് യൂസ് ചെയ്യും. നമുക്ക് അത്രയ്ക്ക് ലോങ് ലാസ്റ്റിംഗ് ഉള്ള ഒരു ചെയിനാണ് ഈ ബോക്സ് ചെയിൻ എന്ന് പറയുന്നത്. ചിലർ ഇതിനകത്ത് ഈ കൊളുത്ത് തന്നെ മാറ്റിയിട്ട് വെറുതെ ചെയിനിൽ വരെ ലോക്കറ്റ് ഇട്ട് ഉപയോഗിക്കുന്നവരും ഉണ്ട് കേട്ടോ. അതിൻ്റെ തന്നെ ഗോൾഡ് ഫിംഗർ, അടുത്ത ചെയിൻ ഗോൾഡ് ഫിംഗർ ഉണ്ട്, അതുപോലെ തന്നെ പൂക്കുലക്കണ്ണിയുണ്ട്. ഇതൊക്കെ നോക്കി, ഇതൊക്കെ നമുക്ക് 4 ഗ്രാമും 3 ഗ്രാമിലും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ചെയിനാണ്. ഇത് 8 ഗ്രാം വരെ ഉള്ള ചെയിനുകളാണ് നമുക്കിവിടെ പ്രസൻറ്റ് വെച്ചിരിക്കുന്നത്. അതിൽ തന്നെ ബോക്സ് ചെയിൻ ഞാൻ നേരത്തെ കാണിച്ചില്ല. ബോക്സ് ചെയിൻ ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചത് വെയിറ്റ് കുറവുള്ള ചെയിനാണ് കാണിച്ചിരുന്നത്. അതിൻ്റെ 4 ഗ്രാമിൻ്റെയും 6 ഗ്രാമിൻ്റെയും 8 ഗ്രാമിൻ്റെയൊക്കെ ചെയിനുണ്ട് കേട്ടോ. 8 ഗ്രാം എന്നൊക്കെ പറയുമ്പോൾ നല്ല തിക്കോട് വരുന്ന ചെയിനാണ് കേട്ടോ. ഒരു കംപ്ലൈൻറ്റും വരില്ല. നല്ല തിക്കെന്ന് വെച്ചാൽ നല്ല തിക്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ചിലർക്ക് തിന്നിടുന്നതിനകത്ത് ഭയങ്കരമായിട്ടും തിന്നിടുന്നതിനകത്ത് താല്പര്യം ഇല്ലാത്തവരുണ്ട്. അങ്ങനെയുള്ളവർ ഈ ബോക്സ് ചെയിനൊക്കെ 8 ഗ്രാമിലൊക്കെ വരുന്നത് അല്ലെങ്കിൽ 6 ഗ്രാമിലൊക്കെ വരുന്ന ചെയിനുകൾ ഇട്ടാലും അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും. കാരണം വെച്ചാൽ ചിലർക്ക് തീരെ തിന്നായാലും കാണാനില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉള്ളവരൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ ഈ ഇച്ചിരി വെയിറ്റ് കൂടിയ ചെയിൻ ഉപയോഗിക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. അതൊക്കെ ഞാനിവിടെ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ നിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ച് കാണിക്കുന്നതിന് വ്യക്തമായിട്ട് ക്ലിയർ ആവുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ സെപ്പറേറ്റ് മാറ്റി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പരസ്പരത്തിൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് കഴുത്തിൽ ഇടുമ്പോൾ എങ്ങനെയുണ്ടോ ഞാൻ നിങ്ങൾക്ക് പറയാണ്ട് തന്നെ അറിയാലോ. അപ്പം നമ്മുടെ കൂടുതൽ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ ഒന്ന് ഫോളോ ചെയ്തോളൂ. അപ്പം എങ്ങനെയുണ്ട് കളക്ഷൻസ് ഒക്കെ എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? അപ്പം നാളെ അക്ഷയ തൃതീയാണ്, ആരും മറക്കണ്ട. അപ്പം നാളെ നമ്മുടെ എല്ലാ ഷോറൂമുകളും 8 മണിക്ക് തന്നെ ഓപ്പൺ ആക്കും. അപ്പം മാക്സിമം രാവിലെ വന്ന് തന്നെ നിങ്ങൾ മാക്സിമം പർച്ചേസ് ചെയ്യാൻ നോക്കുക. അതുപോലെ എല്ലാ 2 മണിക്കൂർ ഇടവിട്ട് നമ്മൾ ഗോൾഡ് കോയിനാണ് കൊടുക്കുന്നത്. അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതുകൊണ്ട് മറക്കേണ്ട, നാളെ നമ്മുടെ എല്ലാ ഷോറൂമുകളും 8 മണിക്ക് തന്നെ തുറക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം അത് മാക്സിമം ആണ്. അതുകൊണ്ടാണ് നമ്മൾ ലൈവിൽ വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ലൈവിൽ വേണമെങ്കിൽ ബുക്ക് ചെയ്യണമെങ്കിൽ ബുക്ക് ചെയ്യാം. അപ്പം നാളെ നമുക്ക് ലൈവിൽ കാണാം. ബൈ ബൈ.